നാണക്കേട് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടായിട്ടുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായ യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശസ്ത്രക്രിയാ ഉപകരണം ശരീരത്തിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് പലതവണയുണ്ടായ പ്രതിഷേധങ്ങൾ ഒക്കെയുണ്ട്. കരിങ്കടി പ്രതിഷേധമെല്ലാം നടക്കുന്നതിനിടയിലാണ് ഒറ്റ പോലീസിനെ പോലും ഔദ്യോഗിക വസതിയിൽ പോലീസിന് വിന്യസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രതിഷേധം നേരത്തെ കാണാൻ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന് പോലും കഴിഞ്ഞില്ല എന്നതാണ് എന്തായാലും നാണക്കേട്. കമ്മീഷണർ ഓഫീസിന് തൊട്ട് അടുത്തായാണ് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതി. ആ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് 7:30യോടെയാണ് പ്രവർത്തകർ ഇരച്ചെത്തിയത്, പ്രതിഷേധവുമായി എത്തിയത്. വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എന്തായാലും ആ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറുകയും അവിടെ റീത്ത് വെക്കുകയും ഒക്കെ ചെയ്തത്. വീട്ടിനകത്തേക്ക് പോലും പ്രതിഷേധക്കാർക്ക് കയറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമരം ചെയ്യുമ്പോഴാണ് പോലീസ് ഇത്രയും വലിയ ക്രൂരത കാണിച്ചത്. നിരവധി പ്രവർത്തകരെ രാത്രിയിൽ കളിച്ചു, വണ്ടിക്ക് കൊല്ലാൻ ശ്രമിച്ചത്. ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തകരെ വിട്ടുതരാൻ വേണ്ടി ക്യാമ്പിലോട്ട് നമ്മൾ നീങ്ങുന്നത്. ഈ സമരം ഇനിയും ശക്തമായ സമരമായി മുമ്പോട്ടും ഒരു തർക്കവും ഒരു എന്തായാലും പ്രതിഷേധം നടക്കുമ്പോഴും ആകെ കാമണിക്കൂർ വീട്ടിനകത്ത് വെറും 3 സുരക്ഷാ ജീവനക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ തടുത്തു വസതിയിലേക്ക് കയറിയത്. തുടർന്ന് ഒരു ബറ്റാലിയൻ പോലീസ് വാഹനവും ഉൾപ്പെടെ ഇവിടെ എത്തി. കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി. പക്ഷേ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രവർത്തകർ പോലീസുമായി ഉന്തുന്തള്ളുമുണ്ടാകുന്നു, വാക്കേറ്റമുണ്ടാകുന്നു, വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ 2-3 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയെങ്കിലും ആ വാഹനത്തിന്റെ ഡോറിന് കൃത്യമായ ബലമുണ്ടാവാത്തത് കൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുകാരെ തള്ളി മാറ്റി വീണ്ടും പുറത്തേക്കിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ വിഷയം തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം, പക്ഷേ പോലീസിന്റെ വലിയ സുരക്ഷാ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരം ഒരു സമരം മുൻകൂട്ടി കാണാൻ പോലീസിന് കഴിഞ്ഞില്ല. അതും തലസ്ഥാന നഗരത്ത് തിരുവനന്തപുരത്തെ പോലീസ് കമ്മീഷണറുടെ കാര്യാലയത്തിന് തൊട്ട് മുന്നിലാണ് ഈ പ്രതിഷേധം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ 4ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റ് ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. പോലീസ് സേനയേക്കാൾ കൂടുതൽ ആളുകൾ നിലവിൽ എന്തായാലും ഇപ്പോൾ പ്രതിഷേധവുമായി ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായ വലിയ പ്രതിഷേധം രാവിലെ സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഒന്നും ഉണ്ടാകാത്തതാണ്. ഇന്ന് 7:30യോടുകൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് എത്തുന്നത്. ആ തൈക്കാട് ഹൗസിന് മുന്നിലാണ് വലിയ പ്രതിഷേധം ഇന്നുണ്ടാകുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള ആവശ്യമാണ്. നിലവിൽ മരണത്തിന്റെ വ്യാപാരിയാണ് ആരോഗ്യമന്ത്രി എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. പോലീസ് നിഷ്പ്രഭരാകുന്ന കാഴ്ച തന്നെയാണ് നിലവിൽ കാണുന്നത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്തായാലും പിരിഞ്ഞു പോയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ഇപ്പോൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് അടുത്തേക്ക് വീണ്ടും എത്തുകയാണ്. എന്തായാലും വളരെ കുറച്ച് പോലീസുകാർ മാത്രം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ ഇവിടത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത് SAP ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ നിന്നും പോലീസുകാരെ എത്തിക്കാൻ കഴിഞ്ഞില്ല. തുച്ഛമായ ഏകദേശം 10-20ഓളം വരുന്ന പോലീസ് സംഘം മാത്രമാണുള്ളത്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ വാതിൽ ഗേറ്റ് പലതവണ തള്ളി തുറക്കാനുള്ളൊരു ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. പക്ഷേ അതൊന്നും തടയാൻ കഴിയാത്ത അവസ്ഥയിൽ നിലവിലും നിഷ്പ്രഭരാകുന്ന കാഴ്ച തന്നെയായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ പോലീസ് ഗേറ്റിന് മുന്നിൽ ഒരു വലയം തീർത്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ച് നിലവിൽ പിരിഞ്ഞു പോവുകയാണ്. ജിൽസി, നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രതിഷേധം. പോലീസ് അവിടെ ആളുകളെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയൊരു സുരക്ഷാ വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ള സംശയങ്ങൾ കൂടിയുണ്ട്. കാരണം വളരെ പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗേറ്റ് തള്ളി തുറന്ന് വീടിന് മുന്നിലെത്താനും അവിടെ റീത്ത് സ്ഥാപിക്കാനും കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് നിലവിൽ നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ഇത്തരത്തിൽ വീണ ജോർജിനെതിരെ പ്രതിഷേധമുണ്ടാകും എന്നുള്ള കാര്യം കൂടി പരിഗണിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് ഒരു മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും നിലവിൽ സംഘർഷങ്ങൾക്കൊക്കെ അയവ് വന്നിട്ടുണ്ട്. പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിജിൻ, ഒരുപക്ഷെ മിനിസ്റ്റർ വീട്ടിലില്ലാത്തത് കൊണ്ടായിരിക്കുമോ, കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമോ പോലീസ് വലിയ സുരക്ഷ ഒരുക്കാതിരുന്നത്?
ജിൽസി എന്തായാലും മിനിസ്റ്റർ ഇപ്പോൾ വീട്ടിനകത്തില്ല. ഒരുപക്ഷെ അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ന്യായീകരിക്കാൻ കഴിയുമെങ്കിലും പക്ഷേ ഇതൊരു ഔദ്യോഗിക വസതിയാണ്. സ്വാഭാവികമായും അതൊരു പ്രതീകാത്മക സമരമൊക്കെ ആയി വീട്ടിനകത്തേക്ക് ആളുകൾ എത്തും, പ്രതിഷേധക്കാരെത്തും എന്ന് പോലീസ് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. പക്ഷേ അത് കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിന്റെ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിലവിലിപ്പോൾ ഔദ്യോഗിക വസതിയുടെ ഗേറ്റിന്റെ ലോക്ക് അത് തള്ളി മാറ്റിയിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അകത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറിയത്. ഒപ്പം തന്നെ പോലീസ് വാഹനത്തിന്റെ ഡോറ് അടയ്ക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. പിടിയും വലിയിലും ആ ഡോർ അടയ്ക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. അങ്ങനെ പോലീസ് വാഹനത്തിനകത്തേക്ക് ഏകദേശം 10ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയറ്റിയെങ്കിലും പക്ഷേ അവർ ഇറങ്ങി വരുന്ന കാഴ്ച, അവരെ ഇറക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും പ്രതിഷേധിക്കുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ വീഴ്ച എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഔദ്യോഗിക വസതിയിൽ മന്ത്രി ഇല്ലെന്ന് പറയുമ്പോഴും പക്ഷേ സുരക്ഷ ഒരുക്കേണ്ടത് പോലീസായിരുന്നു. അകത്തുണ്ടായിരുന്ന 3 സുരക്ഷാ ജീവനക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. അവർക്ക് ഈ 25ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ കഴിഞ്ഞില്ല. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരുപക്ഷെ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ, തള്ളിത്തുറന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്ത് കയറിയിരുന്നെങ്കിൽ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ സംയമനം പാലിക്കുകയും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുമ്പിലത്തെ വാതിലിന് മുന്നിൽ റീത്ത് സമർപ്പിച്ച് പിന്നീട് ഗേറ്റിന് പുറത്തേക്ക് വരികയുമായിരുന്നു ചെയ്തത്. പക്ഷേ ഏകദേശം 20 മിനിറ്റോളം 7:30ക്കാണ് സമരം ആരംഭിച്ചതെങ്കിൽ ഏകദേശം 7:48 കൂടിയാണ് കുറച്ച് പോലീസ് സേനാംഗങ്ങൾ, അതായത് തൊട്ടടുത്ത കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആണ് എത്തിയത്. CI പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നു. പിന്നീടാണ് ക്യാമ്പിലെ വാഹനം എത്തിക്കുന്നത്. പക്ഷേ ആ ക്യാമ്പിലെ വാഹനത്തിലും തുച്ഛമായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 10 താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 25ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആ പോലീസ് അംഗങ്ങൾക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ വയലന്റ് ആവുന്ന നിലയിലേക്കൊക്കെ സമരം മാറിയിരുന്നെങ്കിൽ അത് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുമായിരുന്നു. പക്ഷേ അവർ ആ ഘട്ടത്തിൽ, പുറത്തേക്കിറങ്ങിയ ഘട്ടത്തിൽ സംയമനം പാലിക്കുകയായിരുന്നു. നമുക്ക് ഇത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഗേറ്റിന്റെ പൂട്ട് ഇളക്കിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. അതായത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ ഗേറ്റിന്റെ പൂട്ട് തകർത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. 3 പോലീസ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് ചീമുട്ടയെറിയുകയും ചെയ്തു. ഇതൊന്നും തടയാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കമ്മീഷണർ ഓഫീസിന് ഏകദേശം 100 മീറ്റർ മാത്രം അടുത്താണ് ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത്. ആ ഔദ്യോഗിക വസതിയിലേക്ക് നടന്ന പ്രതിഷേധമാണ് തടയാൻ പോലും കഴിയാതെ നിഷ്പ്രഭരായി, ആരുമില്ലാതെ കാഴ്ചക്കാരായി മാധ്യമപ്രവർത്തകർ മാത്രമുള്ള നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചത്. സുരക്ഷാ വീഴ്ച എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രതീകാത്മകമായ സമരം എന്തായാലും ഉണ്ടാകുമെന്ന് പോലീസ് നേരത്തെ കാണേണ്ടതായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ച് കാണേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും കണ്ടില്ല. മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു മന്ത്രിയുടെ തലസ്ഥാനത്തെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ കാണാൻ, അത് കരുതി ഒരു സുരക്ഷ ഒരുക്കാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്കിടയാക്കാൻ സാധ്യതയുള്ളതാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, ഏകദേശം 4ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹത്തെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സന്നാഹമെന്ന് പറയുമ്പോഴും ഏകദേശം 10നും 15നും ഇടയിലുള്ള പോലീസ് സേനാംഗങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഈ ഔദ്യോഗിക വസതിക്ക് മുന്നിലുള്ളത്. ജിൽസി. എന്തായാലും അവിടെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു പോലീസ് സന്നാഹത്തെ കൂടി അവിടെ എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇതിപ്പോൾ വളരെ കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമായിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക്, പ്രത്യേകിച്ച് നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ ഈ ചികിത്സാ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകുമെന്ന് എന്തുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് പോലും മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ടൊരു പോലീസിനെ വിന്യസിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് പ്രവർത്തകർക്ക് ഗേറ്റ് തള്ളി തുറന്ന് മന്ത്രിയുടെ വീടിന് മുന്നിൽ വരെ എത്തി റീത്ത് വയ്ക്കാൻ കഴിഞ്ഞു, പ്രതിഷേധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയായി തന്നെ കണക്കാക്കുന്നുണ്ട്. അത് പിന്നീട് പരിഹരിക്കാനുള്ള നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അതത്ര ഫലപ്രദമായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 3-4 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ബാക്കി ആളുകളൊക്കെ പിരിഞ്ഞുപോയി. ഇപ്പോൾ അസമാധാനപരമായി തന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ തന്നെ ഒരു വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം കൂടിയായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.